കേരളത്തിലെ ഉത്സവകാലത്തിന് തുടക്കമായതോടുകൂടി ആനക്കാർക്ക് വമ്പൻ കോളാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ ഉത്സവങ്ങളിലും ഭഗവാന്റെ തിടമ്പേറ്റുന്നത് കൊമ്പൻ ആനപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ ഇവർ ചോദിക്കുന്ന പൈസ കൊടുത്ത് ഉത്സവ നടത്തിപ്പുകാർ ആനയെ തങ്ങളുടെ അമ്പലങ്ങളിലേക്ക് കൊണ്ടുവരുവാനായി ശ്രമിക്കും. അതറിയാവുന്ന ആനയുടെ ഉടമസ്ഥർ ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്ന ഉത്സവ നടത്തിപ്പുകാർക്ക് തങ്ങളുടെ ആനയെ കൊടുക്കും. അത് മതപ്പാടുള്ള ആനയാണെങ്കിൽ പോലും അവർ അങ്ങനെ ചെയ്യും. കൂടാതെ ഒന്നാം പാപ്പാനില്ലെങ്കിലും രണ്ടാം പാപ്പാനില്ലെങ്കിലും ആനയെ ഇവർ ഉടമസ്ഥർ കാശിനു വേണ്ടി അയച്ചിരിക്കും. പിന്നെ ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും ആന എത്തിക്കഴിയുമ്പോൾ അവിടെയുണ്ടാകും 1000 ആനപ്രേമികൾ. അവർക്ക് വേണ്ടി ഉത്സവത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി അവിടെയുണ്ടാകും കരിമരുന്ന് പ്രയോഗങ്ങൾ. ഈ കരിമരുന്ന് പ്രയോഗങ്ങൾ കേട്ട് ആന ഇടയാതിരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ആനയ്ക്ക് ഉച്ചത്തിലുള്ള ശബ്ദത്തിനോട് പേടിയാണ്. ആ പേടിയുള്ളത് കൊണ്ട് അവ പ്രതികരിക്കും, ശക്തമായി പ്രതികരിക്കും. ആ പ്രതികരണം, ആനയുടെ പ്രതികരണം ചിലപ്പോൾ അത് പേടിച്ച് ഓടുന്നതിലാകാം, അല്ലെങ്കിൽ അതിന് കലിപ്പ് കയറി കലിയിളകി ചുറ്റുവട്ടത്തുള്ള എല്ലാത്തിനെയും ആക്രമിക്കുവാനും ശ്രമിക്കും. ഇതെല്ലാം അറിയാവുന്നവരാണ് നമ്മുടെ നാട്ടുകാർ. എങ്കിലും ആന കൂടുന്നിടത്ത് പടക്കം നമ്മൾ പൊട്ടിച്ചിരിക്കും. അങ്ങനെ പടക്കം പൊട്ടിക്കുമ്പോൾ, ഉയർന്ന ശബ്ദമുണ്ടാക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അവിടെ കൂടിയിരിക്കുന്ന പാവം ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുകയാണ്. കാട്ടിൽ സ്വച്ഛന്ദ വിഹാരം നടത്തുന്ന ആനയെ പിടിച്ച് കെണിയിട്ട് പിടിച്ച് അതിനെ അതിമൃഗീയമായി ഉപദ്രവിച്ച് മെരുക്കിയെടുത്ത് കൊടും ചൂടത്ത് കൊണ്ടുവന്ന് ഉത്സവത്തിന് നിർത്തുന്നു. കൂടാതെ അവിടെ പടക്കമല്ല, ഗുണ്ട്, കഥന, പടക്കത്തിലേക്കായും വളരെ ശക്തിയുള്ള ഗുണ്ടുകൾ പൊട്ടിച്ച് അവിടെ ആഘോഷിക്കുന്നു. പിന്നെ എങ്ങനെ ആനയ്ക്ക് ഭ്രാന്ത് വരാതിരിക്കും? ആന പേടിക്കാതിരിക്കും? എല്ലാത്തിനും കാരണം നമ്മൾ മനുഷ്യരല്ലേ. കാട്ടിലെ ആന നാട്ടിലിറങ്ങുന്നത് അതിന് വിശന്നിട്ടാണ്. അത് ഭക്ഷണം തേടി എത്തുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മുൻപിൽ പെട്ടുപോയാൽ മാത്രമാണ് ആന ഒരാളെ കൊല്ലുകയുള്ളൂ. പക്ഷേ ഇവിടെയുള്ള ഉത്സവങ്ങളിൽ, പെരുന്നാളുകളിൽ ആനയെ കൊണ്ടുവന്ന് ഇതുപോലെ മൃഗീയമായി ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ ആന തിരിച്ചു പ്രതികരിക്കും. അങ്ങനെയാണ് ജീവനും സ്വത്തിനും നാശമുണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ജീവനും സ്വത്തിനും നാശമുണ്ടാകുമ്പോൾ ആ ആനയെ കൊണ്ടുവന്ന ക്ഷേത്ര ഭാരവാഹികൾ, പള്ളി മേധാവികൾ, ആനയുടെ ഉടമസ്ഥർ എന്നിവർക്കെതിരെ തീർച്ചയായും കേസെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. നന്ദി, നമസ്കാരം. തനിനാടൻ ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം. താങ്ക് യു. കൂടാതെ ആനകളെ ഉത്സവത്തിനും പെരുന്നാളിനും കൊണ്ടുവരുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധ ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുവാൻ മറക്കരുത്. താങ്ക് യു. നന്ദി, നമസ്കാരം.